हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्परा। भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे सम्प्राप्ते सन्निहिते काले नहि नहि रक्षति डुक्कृङ्करणे. ആദ്യത്തെ ശ്ലോകം രണ്ടാമത്തെ നമ്പർ, സീരിയൽ നമ്പർ 2. പക്ഷെ മെയിൻ ശ്ലോകം തുടങ്ങുന്നത് ആദ്യത്തെ ശ്ലോകമാണ്. സീരിയലായിട്ട് നോക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ശ്ലോകമാണെന്ന് പറയാം. അങ്ങനെ അങ്ങനെയാണെങ്കിൽ 31 വരുള്ളൂ അവസാനം. മനസ്സിലായില്ലേ? ദ്വാദശമഞ്ജരിക സ്തോത്രം തുടങ്ങുന്നത് ഈ രണ്ടാമത്തെ ശ്ലോകം മുതലാണ്. അപ്പോൾ 12 + 14 ഈ +1 27 + 4 31 അങ്ങനെ കണക്ക് കിട്ടും. അതുകൊണ്ട് ദ്വാദശമഞ്ജരിക സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകം, സീരിയൽ നമ്പറിലെ രണ്ടാമത്തെ ശ്ലോകം നമുക്ക് ഒന്നിച്ച് ചെല്ലാതെ ശ്രദ്ധിക്കൂ, വളരെ ശ്രദ്ധിക്കൂ. ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ചിട്ട് അത് നോക്കി വായിക്കൂ. ഒരു ഭാഗത്ത് കേൾക്കുക, ഒരു ഭാഗത്ത് കാണുക. ഓഡിയോ വിഷ്വൽ പ്രോഗ്രാം. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്ൃങ്കരണേ. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യദ്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. എൻ്റെ വേർഡ് മീനിങ് നമുക്ക് നോക്കാം. ഈ ശ്ലോകത്തിൻ്റെ മൂഢ ജഹീഹി ധനാഗമതൃഷ്ണ കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യദ് ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഇതാണ് അതിൻ്റെ ബ്രേക്കപ്പ്. അതിനർത്ഥം മൂഢ എന്നുള്ളത് നമ്മൾ വളരെ വിപുലമായിട്ട് കണ്ടതാണ്. ഒന്നുകൂടി അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹം ആരാന്നുള്ളത്. അത്രയേ ഉള്ളൂ. മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണ. ധനം ആർജിച്ച്, ആദ്യം വേർഡ് മീനിങ് പറയാം, പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണാം. ധനം ആർജിച്ചു കൂട്ടുവാനുള്ള ദാഹം വിട്ടുകളയാ. പ്ലീസ്. മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണ. ജഹീഹി മീൻസ് കാസ്റ്റ് ഓഫ്, ത്രോ എവേ എന്നർത്ഥം. വിട്ടുകളയൂ, കളഞ്ഞളെ. ജഹീഹി എന്താ കളയേണ്ടത്? ധനാഗമ തൃഷ്ണാം.
ധനം ആർജിച്ചു കൂട്ടാനുള്ള അഗ്രൻഡൈസ് വെൽത്ത്, അങ്ങനെയുള്ള ദാഹം, ദ തേഴ്സ്റ്റ് ഫോർ അഗ്രൻഡൈസിങ് വെൽത്ത്. ജഹീഹി വിട്ടുകളയൂ. പിന്നെ കുരു, ദെൻ വാട്ട് ടു ഡു, പിന്നെ എന്താ ചെയ്യുക? കുരു സദ്ബുദ്ധിം മനസ്സി വിതൃഷ്ണാം. മനസ്സിൽ ദാഹരഹിതമായ മനസ്സിൽ, ദാഹം വിട്ടുകളയാനല്ലേ പറഞ്ഞേ. അപ്പോൾ എന്തായി? മൈൻഡ് മൈനസ് ദാഹം, മൈൻഡ് സാൻസ് ദാഹം. അപ്പം മനസ്സിൽ ദാഹമില്ലാത്ത, എന്തിന് ദാഹം? വിത്തം ആർജിക്കാനുള്ള ദാഹം, കണ്ടിന്യൂസ് ദാഹം, അൺക്വെഞ്ചബിൾ തേഴ്സ്റ്റ്. ആ ദാഹം വിട്ട മനസ്സ്, ദാഹരഹിതമായ മനസ്സിൽ, ആ മനസ്സാണല്ലോ ഇപ്പം ഉണ്ടാവുക. ആ മനസ്സിൽ എന്ത് ചെയ്യണം? സദ്ബുദ്ധി നിറയ്ക്കൂ. കുരു സദ്ബുദ്ധിം മനസ്സി വിതൃഷ്ണ. നല്ല ബുദ്ധി മനസ്സിൽ നിറയ്ക്കൂ. എന്താ നല്ല ബുദ്ധി നോക്കാം? നമുക്ക് നോക്കാം. നമുക്ക് അറിയേണ്ടൊന്നുമല്ല, എന്നാലും ചിന്തിച്ച് നോക്കാം. കുരു സദ്ബുദ്ധി മനസ്സി വിതൃഷ്ണ. ഇങ്ങനെ ഈ മനസ്സിൽ സദ്ബുദ്ധി നിറച്ചിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ 4 നേരം ശാപ്പാട് കിട്ടും? ശങ്കരൻ പറഞ്ഞു, യദ് ലഭസേ നിജകർമ്മോപാത്തം വിത്തം. ധാർമ്മികമായി ചെയ്യുന്ന സ്വകർമ്മത്തിൻ്റെ ഫലം എന്ത് കിട്ടുന്നുവോ, നോട്ട് ചെയ്യണേ, യദ് ലഭസേ നിജകർമ്മോപാത്തം, തനിക്ക് വിധിയാവണ്ണം വിധിച്ചിട്ടുള്ള എന്ത് കിട്ടുന്നുവോ, വിത്തം. ധനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ധനം ഇത് മാത്രമല്ല, ഇറ്റ് എൻകംപസസ് എവറിഥിങ്. അതുകൊണ്ട് നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. തേന അതുകൊണ്ട്, വിനോദയ ചിത്തം, എൻ്റർടൈൻ യുവർ മൈൻഡ്. എന്ത് കിട്ടുന്നുവോ അതുകൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിച്ച്, എന്ത് കിട്ടുന്നുവോ മീൻസ് ധാർമ്മികമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് ഫലം എന്ത് കിട്ടുന്നുവോ അതൊന്നും തള്ളിക്കളയരുത്. ചിലപ്പോൾ അത് വളരെ വളരെ കൂടുതലാവും, നമ്മൾ ചിന്തിച്ചേക്കാട്ടിലൊക്കെ കൂടുതലാവും. ഇത്ര കരുതിയില്ലേ എന്നൊക്കെ പറയില്ലേ, ആയിക്കോട്ടെ, അത് ധാർമ്മികമായിട്ട് വരുന്നതാണ്. അങ്ങനെയുള്ള വരവ് കൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുക. വിനോദയ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിനോദയ എന്നാൽ എന്നാണ് പ്രയോഗം. അല്ലാണ്ട് കിട്ടണ ഇതുകൊണ്ട് എങ്ങനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്നല്ല പറഞ്ഞേക്കണം. അഡ്ജസ്റ്റ് ചെയ്യാനല്ല പറഞ്ഞേക്കണം, മനസ്സിനെ വിനോദിപ്പിക്കാനാണ് പറഞ്ഞേക്കണം. എന്താണോ നമുക്ക് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഫലം കിട്ടുന്നത് അതുകൊണ്ട് മനസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നല്ല വാക്ക്. വിനോദയ ചിത്തം, അതിനെ മനസ്സിനെ എൻ്റർടൈൻ ചെയ്യുക, മനസ്സിനെ വിനോദിപ്പിക്കുക. മനസ്സിലായില്ലോ? ഇത്ര ഉദാത്തമായൊരു ചിന്ത നോക്കൂ, ഭാവന നോക്കൂ. എന്തൊരു സംസ്കാരമായിരുന്നു, എന്തൊരു ശാന്തിയും സമാധാനവും കിട്ടുന്ന ഒരു പ്രക്രിയയാണത്. ഇപ്പോൾ ഇവിടെ വിത്തെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ധനം മാത്രമല്ല, ബാങ്ക് ബാലൻസ് മാത്രമല്ല, എല്ലാ ഭൗതിക സുഖങ്ങളും നമ്മൾ സുഖം ആർജിക്കാനുള്ള, മനസ്സിലായി? അതാണ് ഈ ശ്ലോകം ഉണ്ടല്ലോ, മൂഢജഹീഹി ധനാഗമ തൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസ്സി വിതൃഷ്ണാം യത് ലഭസേ നിച്ച കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഇതിപ്പോൾ ഇന്ന് നമ്മളുടെയൊക്കെ ഓരോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും പാർലമെൻറ്റിലും വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കണം. വലിയ വലിയ അക്ഷരത്തിൽ അവിടെ ആയിട്ട് ഓരോ 2 തൂണിൻ്റെ ഇടയിലും ചുമരുമേലും എഴുതി വയ്ക്കണം. വില്ലേജ് ഓഫീസ് മുതൽ സുപ്രീം കോടതി വരെ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും എഴുതി വയ്ക്കണം. മൂഢജഹീഹി ധനാഗമ തൃഷ്ണ കുരു സദ്ബുദ്ധിം മനസ്സി വിതൃഷ്ണ യത് ലഭസേ നിച്ച കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം എന്ന്.
എനിവേ, രണ്ട് കാര്യമാണ് ആധ്യാത്മിക പ്രയാണത്തിൽ നമുക്ക് വിലങ്ങുതടിയായിട്ട് കാണുന്നത്. നമ്മളൊരിക്കൽ കണ്ടതാണ്, പക്ഷെ എങ്കിലും ഒന്ന് ഒരു ജോയിനിങ് ദ ഡോട്ട്സ്, ജോയിനിങ് ദി ഡോട്ട്സ് വിത്ത് ലൈൻ. ഞാൻ ജസ്റ്റ് ലൈൻ ഇട്ടിട്ട് ഡോട്ട് ജോയിൻ ചെയ്ത് പോകണേ ഉള്ളൂ, നിങ്ങളുടെ അധികം സമയം എടുക്കുന്നില്ല. അപ്പോൾ രണ്ട് കാര്യമാണ് നമുക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. ഒന്ന് കാഞ്ചനം, ഒന്ന് കാമിനി. തെറ്റിദ്ധരിക്കരുത്, ആരും മുഖം ചുളിക്കരുത്. കാഞ്ചനത്തിനോടും കാമിനിയോടും നമുക്ക് യാതൊരു വൈരാഗ്യമില്ല, ഒരു വൈരാഗ്യമില്ല. നമുക്കെങ്കിൽ ശങ്കരന് യാതൊരു വൈരാഗ്യമില്ല. അങ്ങനെ വൈരാഗ്യമുള്ള ആളാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല എഴുതുക, ഭാഷ അങ്ങനെയൊന്നും ആവില്ല. അപ്പോൾ കാഞ്ചനത്തിനോടും കാമിനിയോടും അല്ല വൈരാഗ്യം. ഇത് വേദാന്തത്തിലെ രണ്ട് സാങ്കേതിക പദങ്ങൾ മാത്രമാണ്. മാത്രമല്ല, ഈ രണ്ട് പദങ്ങൾ പുരുഷാർത്ഥത്തിൻ്റെ നട്ടെല്ലായിട്ടുള്ള രണ്ട് പദങ്ങളാണ്. പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനിൽ നട്ടെല്ലായിട്ടുള്ള രണ്ട് പദങ്ങളാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധാർമ്മിക നമ്മൾ കണ്ടു, മോക്ഷത്തിന് നമ്മൾ ഈ പ്രവൃത്തി ചെയ്താൽ മതി. മോക്ഷത്തിന് വേണ്ടി വേറെ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട, അത് ഓട്ടോമാറ്റിക്കായി. ഞാൻ പറഞ്ഞില്ലേ, ഒരു 8 അടിയുള്ള ഒരു മരക്കഷ്ണം മുറിച്ച് കഴിഞ്ഞാൽ 3 മുറി മുറിച്ചാൽ 4 കഷ്ണമാകുന്നു. അപ്പോൾ ധർമ്മം മെയിനായിട്ട്, ആ ധർമ്മത്തിന് അനുസൃതമായി നമ്മൾ അർത്ഥം ഉണ്ടാക്കുക, കാമിക്കുകയും ചെയ്യുക. അപ്പോൾ അർത്ഥത്തിനും കാമത്തിനുമാണ് പ്രാധാന്യം. എങ്ങനെ അർത്ഥം ഉണ്ടാക്കണം, എങ്ങനെ കാമം, ഏത് വിഷയങ്ങളിൽ നമുക്ക് കാമം ഉണ്ടാകണം, അത് ധാർമ്മികമായിട്ടുള്ള കാമമായിരിക്കണം, ധാർമ്മികമായിട്ടുള്ള അർത്ഥമായിരിക്കണം. അങ്ങനെ വരുമ്പോൾ മോക്ഷം കിട്ടും തീർച്ചയായിട്ടും. അതിന് നമ്മൾ വേറെ പ്രയത്നിക്കേണ്ട. അപ്പം ഇവിടെ അർത്ഥവും കാമവുമാണ് നമുക്ക് ശരിക്ക് ആചരിക്കാൻ പറ്റാത്തത്. അറിവുണ്ട്, പക്ഷേ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി ഉണ്ട്, ക്രിയാശക്തി ഇല്ല. ക്രിയയുടെ അവിടെ വരുമ്പോഴാണ് അർത്ഥവും കാമവും മാറി മാറി പോകുന്നത്. അതുകൊണ്ട് ശങ്കരൻ അത് രണ്ടും എടുത്തു. പിന്നെ ഈ കാഞ്ചനം കാമിനി എന്ന് പറയുന്നത് തന്നെയാണ്. അർത്ഥം എന്ന് പറയുന്നത് കാഞ്ചനം, കാമം എന്ന് പറയുന്നത് കാമിനി. ഇത് രണ്ട് ടെക്നിക്കൽ ടേംസാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ സയൻസിനും അതിൻ്റേതായിട്ടുള്ള ടെക്നിക്കൽ വേർഡ്സ് കാണും, അതിൻ്റെ ജാർഗൺ കാണും. വേദാന്ത ചിന്തയിൽ, വേദാന്ത പഠനങ്ങളിൽ, വേദാന്ത ഗ്രന്ഥങ്ങളിൽ കാമിനി എന്നും കാഞ്ചന എന്ന് വെച്ചാലും അതിൻ്റെ അർത്ഥം കാമിനി കാഞ്ചന എന്നല്ല. അതിൻ്റെ അർത്ഥം വളരെ വ്യാപ്തിയായിട്ടുള്ളതാണ്. നമ്മളിതിനു മുമ്പ് ഒരു ടേം ഇതേപോലെ പരിശോധിക്കേണ്ട, യോഗക്ഷേമം. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം കോട്ട് ചെയ്യുമ്പോൾ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയണ്ടായി. അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാം പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അവിടെ യോഗവും ക്ഷേമവും എന്താണെന്ന് നമ്മൾ കാണണ്ടായി. ഇതൊക്കെ ഒന്ന് ഞാൻ ഓർമ്മ പുതുക്കുകയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തി മുഴുവൻ, ജനനം മുതൽ മരണം വരെ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തിയും യോഗവും ക്ഷേമവുമാണ്. ഒന്നുകിൽ യോഗത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. ആ യോഗക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആവാനാണ് നമ്മൾ ജീവിക്കുന്നത്. യോഗക്ഷേമത്തിൽ കൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമ്മൾ സദാസമയത്തും യോഗം ചെയ്യുന്നു, സദാസമയത്തും ക്ഷേമവും ചെയ്യുന്നു. ഇപ്പം നമ്മളുടെ കയ്യിലില്ലാത്തത് കിട്ടാനുള്ള ആഗ്രഹമാണ് യോഗം. അല്ലാണ്ട് കല്ലിലെഴുത്ത് എന്നുള്ള അർത്ഥമല്ല യോഗത്തിന്. ഇവിടെ യോഗത്തിന് ടെക്നിക്കൽ മീനിങ് അസൈൻഡ് ഈ വേദാന്ത ചിന്തയിൽ യോഗം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ കയ്യിലില്ലാത്തത് എനിക്കത് കിട്ടണം. അത് എന്തോ ആവട്ടെ, ബാങ്ക് ബാലൻസ് ആവാം, പൊസിഷൻ ആവാം, പവർ ആവാം, സ്റ്റാറ്റസ് ആവാം, റിലേഷൻഷിപ്പ് ആവാം, എന്താ പറയുക, എമോഷൻ ആവാം, ഭൂമി ആവാം, അറിവാവാം, എന്തും ആവാം. എവറിത്തിങ് മെറ്റീരിയൽ, ഭൗതികമായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളും എനിക്ക് ഇല്ലാത്തത് അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് പലതും ഉണ്ടാവില്ലല്ലോ, ചിലതല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. ലോകത്തുള്ള എല്ലാ സാധനവും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. നമ്മൾ പൂർണ്ണനൊന്നും അല്ലല്ലോ, അപൂർണതയില്ലേ നമുക്ക്. അപ്പോൾ എന്നിൽ പൂർണ്ണത വരാത്ത
ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടിയും പൂർണ്ണത വരും. ഇപ്പോൾ ഒരു 30% പൂർണ്ണതയുള്ളൂ, ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ 40% പൂർണ്ണതയാവും. 40% കൂടുതൽ പൂർണ്ണത പറ്റില്ല എനിക്ക് ഈ ജന്മം എന്ന് ഉദ്ദേശിച്ച് ഈ 10% പൂർണ്ണതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അതാണ് യോഗം എന്ന് പറയുന്നത്. അതാണ് റെപ്രസെൻറ്റഡ് ബൈ കാഞ്ചന, ധനം. അല്ലാണ്ട് ധനം എന്ന് വെച്ചെങ്കിൽ റുപ്യ പൈസ അല്ല, അത് തെറ്റിദ്ധരിക്കരുത്. ആ കോണ്ടക്റ്റിൽ വേണം ഈ ഭജഗോവിന്ദം മുഴുവൻ നമ്മൾ കേൾക്കാൻ, അർത്ഥം മനസ്സിലാക്കാൻ. വളരെ വിപുലമായിട്ടുള്ള അർത്ഥമാണ്. അതുകൊണ്ട് ആ ശ്ലോകത്തിലെ വരികൾ ആലോചിക്കുക. മൂഢജഹീഹി ധനാഗമ തൃഷ്ണ എന്ന് പറയുമ്പോൾ പൈസയുടെ മാത്രമല്ല, പൈസ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, ദ സ്ട്രോങ്ങസ്റ്റ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് പൈസ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ പറയുന്നു എന്ന് മാത്രം, അല്ലാണ്ട് പൈസ മാത്രമല്ല. എനിക്ക് കിട്ടാത്ത എന്തെല്ലാം ഭൗതിക വിഷയങ്ങൾ ഈസ് എ റൈറ്റ് വേർഡ്, വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളെ സമ്പാദിക്കാനുള്ള പരക്കം പാച്ചിലാണ് എൻ്റെ യോഗം. അതിനെയാണ്, ആ കിട്ടാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിനെയാണ് ഞാൻ കാഞ്ചനം എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം കാഞ്ചനെക്കുറിച്ചൊരു പ്രശ്നമില്ലല്ലോ. കാഞ്ചനെക്കുറിച്ച് ഭഗവാന് ശങ്കരന് യാതൊരു അതൃപ്തിയില്ല. എന്താന്ന് പറയുന്നത് മാത്രം. ഇതൊക്കെ നേക്കഡ് ട്രൂത്ത്സ്, ആരും നെറ്റി വിളിക്കണ്ട കേൾക്കുമ്പോൾ. മനസ്സിലായോ? അടുത്തത് ക്ഷേമം. ക്ഷേമം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എന്തായിരുന്നു? കിട്ടിയത് സൂക്ഷിക്കാനുള്ള ബന്ധപ്പാട്. ഇത് ശാശ്വത സുഖം കിട്ടിച്ചിട്ടില്ലേ നമ്മളിതിന് മെനക്കെട്ടത്. അത് അഥവാ കിട്ടിയെന്ന് വിചാരിക്കുക, 90% കിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ ലൈൻ ചാടിയിട്ട് ക്രോധം, സമ്മോഹം, സ്മൃതി, ഭ്രംശാത് അങ്ങനെ അങ്ങോട്ട് പോകും. അഥവാ കിട്ടിയെന്ന് വിചാരിക്കുക, ഒരു ബൈപ്പാസ്, ഒരു ലൂപ്പ് എടുത്തിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക, പിന്നെ നമ്മുടെ പ്രയത്നം എന്താ? അത് സൂക്ഷിക്കൽ, സെക്യൂരിറ്റി. അതിന് കുറേ ഗാർഡ്സിനെയൊക്കെ വെച്ച് അതിനുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റൊക്കെ ചെയ്ത് അത് കയ്യിൽ നിന്ന് എന്ത് ചെയ്താലും പോകരുത്. ജന്മജന്മാന്തരം ഇവിടെ ഉണ്ടാവണം. ആരെന്തൊക്കെ ഭൂമി കുലുക്കം വന്നാലും ഇതിന് യാതൊരു കേടും വരാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? അതിനുള്ള പരിഭ്രാന്തിയും അതിനുള്ള ഓട്ടവും ചാട്ടവും ഒക്കെയാണ് ക്ഷേമം. ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ കാമിനി. മനസ്സിലായോ? എന്നുവെച്ചാൽ കിട്ടിയത് അനുഭവിച്ചുകൊണ്ട് ആ അനുഭവത്തിന് ഒരു കാലത്തും തടസ്സം വരാതെ സദാസമയത്തും അനുഭവിക്കാനുള്ളൊരു അനുഭൂതി, വിച്ച് ഈസ് കാമിനി, റെപ്രസെൻറ്റഡ് ബൈ കാമിനി. വെരി റൈറ്റ്ലി അല്ലേ? ഓപ്പോസിറ്റ് സെക്സിനോട് എപ്പോഴും ഒരു 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 വികാരം തോന്നുന്നത് മനുഷ്യൻ്റെ സഹജ സ്വഭാവമാണ്. അങ്ങോട്ടും അത് ചിലത് കൂടുതലാവും, ചിലത് കുറച്ചാവാം, പക്ഷേ എങ്കിലും ആ ഒരു ആസക്തി സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള നമ്മുടെ കയ്യിലില്ലാത്ത വസ്തു ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബന്ധപ്പാടാണ് കാമിനി. അതിനെ ആസ്വദിക്കുന്നു, അതേ സമയത്ത് അതിനെ സംരക്ഷിക്കുന്നു. അത് കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. ആസ്വദിക്കാണ്ടിരിക്കില്ല, ഞാൻ അതിന് വേണ്ടി എടുത്തതല്ലേ, അപ്പോൾ ഞാൻ ആസ്വദിക്കും, 24 മണിക്കൂർ ആസ്വദിക്കും. കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ വല്ല ഇതൊക്കെ മേടിച്ചാണ്ടല്ലോ, മിഠായിയൊക്കെ മേടിച്ചു കൊടുത്താൽ അതിൻ്റെ റാപ്പറും കൂടി എടുത്തു വയ്ക്കും, പോക്കറ്റിലിടും. 1-2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ട്രൗസർ തിരുമ്പാടുമ്പോൾ, എടാ മണിക്കുട്ട എന്താടാ പോക്കറ്റിൽ? അയ്യോ അത് മിഠായിയുടെ കടലാസാ വലിയമ്മേ, ഞാൻ എടുത്തില്ല അത് പറഞ്ഞു ഓടിച്ച്. അതും കൂടി സൂക്ഷിക്കും നമ്മൾ. അതെന്താ? ആ മിഠായി കിട്ടിയ സുഖം കൊണ്ട് മിഠായി പകുതി കഴിച്ച് ഇടയ്ക്ക് കടിച്ച് ഇടയ്ക്ക് 2 ഈവിട്ട് പിന്നെ ആ കടലാസിൽ പോയി ചോദിക്കും. എന്നാലും അത് അനുഭവിക്കണം, അത് കയ്യിൽ നിന്ന് പോകാനും പാടില്ല. അതാരും കൊണ്ടുവരുത്, അടുത്തുള്ളവനെ എടുത്തുകൊണ്ട് വരുത്. ഇത് പോക്കറ്റിലിട്ട് പോക്കറ്റിൻ്റെ അടിയിൽ വേറൊരു പോക്കറ്റിന് അതവിടെ ഇട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സൂത്രം ഒപ്പിക്കും. അവസാനം കുറേ കഴിഞ്ഞാൽ മറക്കും. വലിയമ്മ തിരുമ്പാൻ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ എല്ലാം കുളത്തിൽ കലങ്ങി ഇങ്ങോട്ട് പോരും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ കണ്ടുവരുന്നതെല്ലാം. അത് മണിക്കുട്ടൻ്റെ മിഠായി മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഭോഗവസ്തുക്കളും അങ്ങനെയാണ്. ആ ഭോഗ ആസക്തിയാണ്, ഭുജിക്കുന്ന ആസക്തിയാണ് കാമിനി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിയാൽ മതി. കിട്ടിയത് ശാശ്വതമായിട്ട് ഇരിക്കുമെന്നുള്ള ധൈര്യം ഉണ്ടവന്. അത് ഞാൻ വിട്ടില്ല, എന്ത് ചെയ്താലും ഞാൻ ഇത് വിട്ടുകൊടുക്കില്ല. ഇനി ഇത്ര ബുദ്ധിമുട്ടിയിട്ട് അത് കിട്ടിയതറിയോ, ഇനി ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല. ഇത് ഞാൻ എൻജോയ് ചെയ്യാൻ പോവാം, ഇത് മതി എനിക്ക്.
ദാറ്റ് ഈസ് കോൾഡ് കാമിനി, കാഞ്ചന കാമിനി. അപ്പോൾ ഈ യോഗത്തിനോട്, എൻ്റെ കയ്യിലില്ലാത്ത ധനത്തിനോടുള്ള ആഗ്രഹമാവാം, ആഗ്രഹം വേണം. കാരണം നമ്മൾ ഗൃഹസ്ഥന്മാരാണ്, അതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ഞാൻ ഇന്നലെ എന്താണ് ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പോലെ നമ്മൾ ഗൃഹസ്ഥന്മാരാണ്. നമുക്ക് തിരുപ്പൂസ് ജോർജ് കുട്ടി ഇല്ലാണ്ട് നമുക്ക് കാര്യം നടക്കില്ല, അല്ലേ? അത് അത്യാവശ്യമാണ്. പക്ഷേ ആഗ്രഹം ആവാം, അത്യാഗ്രഹം വിടുക. ഇതിന് വേണ്ടി അങ്ങോട്ട് ദാഹിച്ച് 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 തൃഷ്ണ, അൺക്വെഞ്ചബിൾ തേഴ്സ്റ്റ്. അതാണ് വളരെ എന്താ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടോ? ജഹീഹി ധനം എന്നോ ജഹീഹി ധനമാകുമെന്നോ പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കൂ, ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. മൂഢ ജഹീഹി ധനം എന്ന് പറഞ്ഞിട്ടില്ല, മൂഢ ജഹീഹി ധനമാകുമെന്ന് പറഞ്ഞിട്ടില്ല, ധനത്തിനെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ധനം വരുന്നതിന് വേണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടില്ല. വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കാണ്. എന്തിനാ ജഹി എന്ന് പറയുന്നത്? മൂഢജഹീഹി ധന ആഗമ തൃഷ്ണ. അതാ ഇമ്പോർട്ടൻറ്റ്, അതാണ് നട്ടല്. തൃഷ്ണ, ദി പെർമനൻ്റ് ദാഹം, തീരാദാഹം. എന്തിനോട്? വിത്തം, ധനത്തിനോട്. ധനം മീൻസ് പൈസയല്ല. അത് പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ സിംബോളിക്കായിട്ട് അതിനെ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു പോകും. എല്ലാ ഭോഗവസ്തുക്കളോടും തന്നെയാണ് പൈസ. പൈസ എന്ന് ഭോഗവസ്തുക്കളുടെ എക്സ്ചേഞ്ച് മീഡിയം ആവുക കാരണം പൈസ, അല്ലേ? നല്ലൊരു ബംഗ്ലാവിൽ സുഖമായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ബംഗ്ലാവ് ആരും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ലല്ലോ. അപ്പോൾ ബംഗ്ലാവ് ഉണ്ടാക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ ആദ്യം പൈസ ഉണ്ടാക്കിയിട്ട് വേണ്ട ബംഗ്ലാവ് ഉണ്ടാക്കാൻ. അത് കാരണം അതിൻ്റെ മൂല കാരണം പൈസയാവുക കാരണം അതിനെ ധനം 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 എന്ന് പറയണു. പക്ഷെ ധനമല്ല. പാകിസ്ഥാൻ പൈസ കൊടുത്താൽ മതിയോ? അത് പോരല്ലോ. അത് കൺവെർട്ടബിൾ കറൻസി ആവുക കാരണം, എക്സ്ചേഞ്ചബിൾ കറൻസി ആവുക കാരണം, ബാർട്ടർ ചെയ്യാൻ പറ്റുന്നത് കാരണം, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആവുക കാരണം നമ്മൾ അതിൻ്റെ ധനം എന്ന് പറയണു. അതൊന്ന് ക്ലിയർ ആക്കുക. അപ്പോൾ ധനം എന്ന് പറയുമ്പോൾ പൈസ എന്ന് മാത്രമായിട്ട് ധരിക്കണ്ട, മറ്റുള്ള കാര്യങ്ങളെ നമ്മൾ ധനം എന്ന് പറഞ്ഞു എന്ന് വരും ബാഹ്യലോകത്തിൽ. അപ്പോൾ എന്താ പറയുക, സംസാര ലോകത്ത് അല്ലെങ്കിൽ പ്രാപഞ്ചിക വിഷയങ്ങളിൽ. അപ്പോൾ ഇത് ഈ സമ്പാദ്യത്തിനുള്ള ഒരു ദാഹം ഉണ്ടല്ലോ, അത് കളയാനേ ശങ്കരൻ പറഞ്ഞിട്ടുള്ളൂ. മൂഢജഹീഹി ധനാഗമ തൃഷ്ണ. ധനം വേണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടില്ല. പണ്ട് കാലത്ത് ആവശ്യത്തിനുള്ള സമ്പാദ്യമായിരുന്നു, അല്ലേ? എന്താ ആവശ്യിച്ചാൽ അത് സമ്പാദിക്കുക, അതിൻ്റെ എഫേർട്സ് എടുക്കുക, അത് മതി. പണ്ട് ലോങ് ബാക്ക് അത് മാറി മാറി ആവശ്യത്തിനുള്ള സമ്പാദ്യം എന്നുള്ള കോൺസെപ്റ്റ് മാറിയിട്ട് സമ്പാദ്യം ആവശ്യമായിട്ട് മാറി, അല്ലേ? സേവിങ് ഈസ് എ നെസസിറ്റി. ഇപ്പോൾ അത് മാറി മാറി ഇപ്പോൾ ഒരളവ് പോലില്ലാത്ത സമ്പാദ്യത്തിൻ്റെ ആശയം, ഒരളവ് പോലും ഇല്ല അതിന്. എന്ത് നോക്കിയാലും വായെടുത്തോ പൈസ. കാശു കാശെന്നോരു ഗാനമേ നിത്യമേ കാഞ്ചന കൂട്ടിലെ തത്ത പാടൂ. എന്ത് സംഭവം എടുത്താലും എനിക്കെന്ത് കിട്ടും? അൺക്വെഞ്ചബിൾ തേഴ്സ്റ്റ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനോട് നമുക്ക് ബഹുമാനമില്ലാണ്ട് വരുന്നു. ധനമാണ് നമ്മുടെ മനസ്സിൽ പ്രാമുഖ്യം കൊടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ കർമ്മത്തിനല്ല ഞാൻ പ്രാധാന്യം കൊടുത്തിരിക്കണത്. ഞാൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ധനത്തിനാണ്. ധനത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നതും കർമ്മം ചെയ്തിട്ട് കിട്ടുന്ന ധനം അനുഭവിക്കുന്നതും രണ്ടും രണ്ടാണ്. കർമ്മം ചെയ്തിട്ട് കിട്ടുന്ന ധനം ഞാൻ ഉപയോഗിച്ചോളാം, ധാർമ്മികമായിട്ട് കിട്ടുന്നത് ഞാൻ ഉപയോഗിച്ചോളാം. യത് ലഭസേ ദ്വിജ കർമ്മോപാത്തം വിത്തം തേന വിനോദേ ചിത്തം. അതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ കർമ്മം ചെയ്തിട്ട് കിട്ടുന്ന ധനം കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊള്ളാം എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണെങ്കിൽ ചെയ്യുന്ന കർമ്മത്തിനോടാവും ബഹുമതി, റെസ്പെക്റ്റ്, അല്ലേ? കാരണം നന്നായിട്ട് ചെയ്താലേ എനിക്ക് വേണ്ടത്ര ധനം കിട്ടുള്ളൂ, എനിക്ക് ആവശ്യത്തിനുള്ള ധനം എനിക്ക് കിട്ടുള്ളൂ. എൻ്റെ കർമ്മത്തിൽ എന്തെങ്കിലും പിഴവ് വന്നു കഴിഞ്ഞാൽ
പോവും. നേരെ മറിച്ച് എൻ്റെ ഗോള് 10 ലക്ഷം രൂപ പെർ മന്ത്. എന്ത് കർമ്മം ചെയ്താലും വിരോധമില്ല. ധാർമ്മികമായിട്ടുള്ളതായാലും ശരി, അധാർമികമായിട്ടുള്ളതായാലും ശരി, ഐ ഡോണ്ട് കെയർ. അപ്പോൾ എന്ത് പറ്റുന്നു? ചെയ്യുന്ന കർമ്മം നമ്മളിൽ നിക്ഷിപ്തമായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനോട് നമുക്ക് റെസ്പെക്റ്റ് ഇല്ലാതെ പോകുന്നു. ഒരിക്കൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഡിഗ്നിറ്റിയോ റെസ്പെക്റ്റോ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കർമ്മം എന്തായിട്ടാണ് മാറുക? ആ കർമ്മം വിൽ ബിക്കം എ ക്രൈം. കറപ്റ്റാവും. അഴിമതിയാവും, അക്രമമാവും, കൊള്ളയാവും, കൊലപാതകമാവും. ആലോചിച്ച് നോക്കൂ. കർമ്മത്തിനോടുള്ള ബഹുമാനം ധനത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളാണത്. അപ്പോൾ യത് ലഭസേ നിജകർമ്മോപാത്തേ, നിന്റെ ധാർമ്മികമായിട്ടുള്ള കർമ്മം കൊണ്ട് നീ ചെയ്യുന്ന കർമ്മം വെച്ച് നിനക്ക് കിട്ടുന്ന ഫലം മനസ്സിനെ തൃപ്തിപ്പെടുത്തൂ എന്ന് പറയുന്ന ഒരാശയം മാറ്റിയിട്ട് എനിക്ക് എൻ്റെ ഇൻറ്റേർണൽ പ്രഷർ ഇത്രയുണ്ട്, ഭാര്യയുടെ പ്രഷർ സഹിക്കാൻ വയ്യ, കുട്ടികളുടെ പ്രഷർ അതിലേറെ, നാട്ടുകാരുടെ പ്രഷർ അതിലേറെ, അടുത്തുള്ളവരുടെ പ്രഷർ അതിലേറെ, ഓഫീസിലുള്ളവരുടെ പ്രഷർ അതിലേറെ, ഇവരൊക്കെ പ്രഷർ ഞാൻ ചുരുക്കി നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആക്കണമെങ്കിൽ എനിക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപ ഒരു മാസം കിട്ടാണ്ട് പറ്റില്ല കുട്ടേട്ടാ. പക്ഷെ എൻ്റെ സ്കെയിൽ അത്രയൊന്നുമില്ലല്ലോ, ആകപ്പാടൊരു 10,000-3000 റുപ്യയിലേ കിട്ടുള്ളൂ. അതെ, 10,000-3000 റുപ്യക്കേ കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് 10 ലക്ഷം വേണം മാസം ചിലവാക്കാൻ, അല്ലെങ്കിൽ 1 ലക്ഷം വേണം, എന്തൊരു തുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതൊക്കെയറിയില്ല. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. എനിക്കിത് കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ആരെ? നമ്മളുടെ മനസ്സല്ല, കുട്ടികളുടെ മനസ്സ്. ആഗ്രഹിക്കാൻ അർഹതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അപ്പം തന്നെ നിപ്പിൻ ദ ബഡ്, മുളയിൽ തന്നെ നുള്ളാൻ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വളം ഇട്ട് കൊടുത്തിട്ട് അത് മേടിക്കാൻ മോനെ, അത് മേടിച്ചു തരാൻ മോനെ, അടുത്ത മാസം അച്ഛൻ മേടിച്ചു തരാം കേട്ടോ. അപ്പോൾ അവരുടെ ആശയം കൂട്ടി കൊണ്ടുവരികയാണ്, ഭാര്യയുടെ ആശയം കൂട്ടി കൊണ്ടുവരികയാണ്, നാട്ടുകാരുടെ ആശയം കൂട്ടിക്കൊണ്ട്. എങ്ങനെയൊക്കെ മതിയിടോ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്? ഒരു കാറ് മേടിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൽ ഇപ്പോൾ കിട്ടില്ല, ഒന്നും കൊടുക്കണ്ട, മേടിക്കല്ലേ? പിന്നല്ലാണ്ട്. അപ്പോൾ അവിടെ പിരിമുറുക്കി, അവിടെ ജാക്കി കയറി അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. അഴിമതി, അക്രമം, കൊലപാതകം എന്തും ചെയ്യും. കാരണം കാശെന്നൊരു നാമം മാത്രമേ കാഞ്ചനക്കൂട്ടിലെ തത്ത പാടൂ. ഇതിന് അതേ ആവശ്യമുള്ളൂ. കർമ്മം ഐ ഡോണ്ട് കെയർ. ഇന്ന് രാജ്യം ഭരിക്കുന്നവരുടെ സമ്പ്രദായം ഒന്ന് നോക്കൂ. ഒരു അവലോകനം ക്വിക്കിലി. അവരുടെ ആഗ്രഹങ്ങൾക്ക് വല്ല അറുതിയുണ്ടോ? വല്ല കടിഞ്ഞാണുണ്ടോ? അവരുടെ ആഗ്രഹങ്ങൾക്ക്? എത്രയാ ഉണ്ടാക്കി കൂട്ടണം? ഫോർ ജനറേഷൻസ് ആൻഡ് ജനറേഷൻസ്. ശതകോടി. ആരും വ്യത്യാസമില്ല. ചക്രക്കൂടത്തിൽ കൈയിട്ടവർ ആരും വ്യത്യാസമില്ല. എന്താ കാരണം? ബേസിക് ഔട്ട്ലുക്ക്. അവരുടെ കർമ്മം അവർ ധാർമ്മികമായിട്ട് ചെയ്ത് അതിൽ നിന്ന് എന്നെയും ഞാൻ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെയും സമാധാനപ്പെടുത്താനും സന്തോഷപ്പെടുത്താനുമുള്ള കഴിവ് എനിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കരുത്. അതല്ല ഇന്ന് നടക്കുന്നത്. ഈ നേതാക്കന്മാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. പാർട്ടിയൊക്കെ വിടൂ, ഏത് പാർട്ടി ആയിക്കോട്ടെ, എത്ര കോടി കണക്കിനാണ് ഓരോരുത്തർ സമ്പാദിച്ചു വെക്കുന്നത്. അസൂയ പറയല്ല കേട്ടോ. എന്തെല്ലാം രീതി കൂടെ, എന്തെല്ലാം വഴിക്കൂടെ. ഇതേതാ വെളിച്ചത്ത് വരാത്തത്? അവനവൻ്റെ മന്തുകാലൊക്കെ പണലിൽ പൂത്തിയിട്ട് മറ്റവനെ മന്തുകാല എന്ന് വിളിക്കുന്ന പരിപാടിയല്ലേ ഇവിടെ മുഴുവൻ നടക്കുന്നത്. ആലോചിച്ചു. 100 കോടി ഉണ്ടാക്കും 5 കൊല്ലം കൊണ്ട്. 5 കൊല്ലം കൊണ്ടായാൽ ആ 100 കോടി
ബാങ്കിലിട്ടുന്ന 1 കോടി ഇങ്ങോട്ട് പുറത്തേക്ക് വലിക്കും. എന്നിട്ട് ആ 1 കോടി ജനങ്ങൾക്ക് ഇങ്ങോട്ട് വിതരണം ചെയ്യും. ഹായ് ലാവിഷ് ബിരിയാണി, കുപ്പി, പൈസ, കവറ്, TV, വാച്ച്. എന്തപ്പോ 1 കോടി 2 കോടിയൊക്കെ ഇലക്ഷനിൽ ഇറക്കിയ, എന്നിട്ട് നമ്മളോട് പറയും എന്തിനാ അത് തരുന്നത്, വോട്ട് ചെയ്യേ, എന്തിനാ വീണ്ടും അവിടെ കയറ്റിയിരുത്താൻ, എന്തിനാ വീണ്ടും ശതകോടി ഉണ്ടാക്കാൻ. അത് കിട്ടട്ടോ, അടുത്ത കൊല്ലം അടുത്ത ടേം കിട്ടട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ഇലക്ഷൻ വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയാക്കാൻ ഞാൻ തരില്ലേ. 2 ബിരിയാണി മേടിച്ചുതരാം, 2 വാച്ച് മേടിച്ചുതരാം. നീ ഫ്രിഡ്ജ് മേടിച്ചുതരാം. ഫ്രിഡ്ജ് വേണോ TV വേണോ, ഓപ്ഷൻ എൻ്റെ. അങ്ങനെയൊക്കെ മാർക്കറ്റിംഗ് തുടങ്ങും. അവർ ചെയ്യുന്നതിൽ അർത്ഥമുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളത് മേടിച്ചിട്ട് വോട്ട് ചെയ്തിട്ട് അവർ തന്നെ തിരിച്ചയക്കുന്നുണ്ടല്ലോ. ഇതിലും വലിയ മണ്ടത്തരമുണ്ടോ? എന്ത് ലിറ്ററസി എവിടെ? ഇവിടെയല്ല, എവിടെയും. മറ്റിടത്ത് ലിറ്ററസി ഇല്ല, എന്നിട്ടാണ് അവർ ചെയ്യണമെന്ന് വിചാരിക്കാം. മൂർഖന്മാരാന്ന് വിചാരിക്കാം. ഇത് മൂർഖനെയും കവിച്ചു വെട്ടണ സ്വഭാവമല്ലേ? ആലോചിച്ച് നോക്കൂ. എന്നാൽ നമ്മുടെ സംസ്കാരം എങ്ങനെയാണോ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഉപനിഷത്തുകളും പൂന്താനും ഭർതൃഹരിയൊക്കെ അങ്ങനെയാണോ പറയണത് ധനത്തിനെ കുറിച്ച്? അവർ ധനം സമ്പാദിക്കേണ്ടതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ധനം സമ്പാദിക്കാണ്ടാണോ പണ്ടുള്ള രാജാക്കന്മാരൊക്കെ കിട്ടും? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ധനം ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് പൂർവികന്മാർ ധനം സമ്പാദിക്കാണ്ടാണോ അവർ കൊണ്ടുവച്ചത്? പക്ഷെ എന്തായിരുന്നു അവരുടെ ഭാവം? പത്മനാഭദാസൻ. ധനം സമ്പാദിക്കേണ്ടെന്ന് ഉപനിഷത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉപനിഷത്തിലും വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാരും സമ്പാദിക്കില്ല. തിരുപ്പതിയിലൊന്നും ഇത്ര സ്വത്തുണ്ടാവില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സ്വത്തുണ്ടാവില്ല, പണ്ടത്തെ രാജാക്കന്മാരുണ്ടാവില്ല. ജയ്പൂർ മഹാരാജാവിനൊക്കെ നോക്കൂ, എത്ര ധനമാണ് അദ്ദേഹം നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം എടുത്ത് പാലസ് കെട്ടിയിട്ടൊന്നുമില്ല ആവശ്യമില്ലാണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാറ്റസിന് വേണ്ടി ജീവിക്കാനുള്ളത് മാത്രമേ അദ്ദേഹം നോക്കിയിട്ടുള്ളൂ. എത്ര തലമുറയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷെ അത് കൊടുക്കാണ്ട് എന്ത് ചെയ്തു? തൃപ്പാദത്തിൽ വെച്ചു. ഭഗവാൻ എന്താ വെച്ചാൽ ചെയ്തോട്ടെ. അതാണ് ഡിവോഷൻ. എനിക്ക് വേണ്ടത് മാത്രം, എനിക്കതേ വേണ്ടൂ. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് മോർ. ന വിത്തേന തർപ്പണീയോ മനുഷ്യ എന്നല്ലേ കഠോപനിഷത്തിൽ നചികേതസ് പറഞ്ഞിരിക്കണം. ന വിത്തേന തർപ്പണീയോ മനുഷ്യ. എന്തിനും ഒരു മതി എന്ന് പറയേണ്ട മനുഷ്യൻ. എന്തിനും. ഉറക്കം, കളി, വ്യായാമം, ഡ്രസ്സ്, ഭക്ഷണം, ഏത് ഭോഗത്തിനും മനുഷ്യനൊരു മതി എന്ന് പറയും. മതി കേട്ടോ. എന്തിനാ ഈ എക്സെപ്റ്റ് ധനം? ഈ ഒരു തൃഷ്ണയുണ്ടല്ലോ, ധനാഗമ തൃഷ്ണ. ആ തൃഷ്ണയ്ക്ക് ഇറ്റ് ഈസ് അൺക്വെഞ്ചബിൾ. അതുകൊണ്ടാണ് പറഞ്ഞത് ന വിത്തേന തർപ്പണീയോ മനുഷ്യ. വിത്തം കൊണ്ട് മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. താൽക്കാലികമായിട്ടൊക്കെ പറ്റിയെന്ന് വരും, കണ്ണടച്ചു എന്നൊക്കെ വരും. അത് കഴിഞ്ഞാൽ പിന്നെയും വാലാട്ടാൻ തുടങ്ങും. ന കർമ്മണ ന പ്രജയാ ധനേന. കർമ്മം കൊണ്ടോ ധനം കൊണ്ടോ പ്രജകളെ കൊണ്ടോ ഒന്നും സാധിക്കാൻ പോകില്ല. എന്ത്? നിന്റെ ജീവിത ലക്ഷ്യം. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേന ഏകേന അമൃതത്വമാനശവും. കൊടുക്ക്, ത്യാഗം ചെയ്യ്. എന്താ ത്യാഗം ചെയ്യേണ്ടത്? ധനമല്ല, ധനം ത്യാഗം ചെയ്യേണ്ട. നിൻ്റെ ഈ അത്യാഗ്രഹം, ഈ ദാഹം ത്യാഗം ചെയ്യ്. കാസ്റ്റവേ ജഹീഹി, അത് കൊടുക്ക് മൂഢ. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേന ഏകേന അമൃതത്വമാനശു. പച്ച മലയാളത്തിൽ എന്താ പറയുക, ഭൂദാനം പറഞ്ഞിട്ടില്ലേ? വൃത്തിയും കെട്ടു ദൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചാശിച്ചിടുന്നുപോൽ അർത്ഥമെത്ര വളരെയുണ്ടാകിലും തൃപ്തിയാകാ മനസ്സിനൊരു നാളും. അല്ലേ? ധന്യ ഉപനിഷത്തിൽ പറഞ്ഞത് 10 കിട്ടുകിൽ 100 മതി എന്നും 100 സഹസ്രം മതി എന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യമെന്നതും
ആശയായുള്ള പാശമിരങ്കെന്ന് വേർവിടാതെ കരേറുന്നു മോഹം മേൽക്കുമേൽ. അല്ലേ? ഇതെല്ലാം ഇന്ന് നടക്കുന്ന ലോക സമ്പ്രദായം. ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. യന്ത്ര ഊഞ്ഞാല് കളിക്കുണ്ട്, നോ പ്രോബ്ലം. കര കയറണോ? ആറ്റിറ്റ്യൂഡ് മാറ്റണം. ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ആൾട്ടിറ്റ്യൂഡ് നിർണ്ണയിക്കുന്നത്. ഉയരണമെങ്കിൽ ആറ്റിറ്റ്യൂഡ് മാറണം. എന്തിൻ്റെ ആറ്റിറ്റ്യൂഡ്? ഈ ദാഹത്തിനോടുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, അത്. ഇതിനൊരറ്റമില്ല. ആഗ്രഹങ്ങൾക്കൊരറ്റമില്ല. നിങ്ങൾ എപ്പോഴത്തെ ലോകത്തിൽ ആരെ വേണമെങ്കിൽ നോക്കിക്കോളൂ. നമ്മളടക്കം. നമ്മളെക്കുറിച്ചൊക്കെ ഇനി പറയണത്. എനിക്ക് ആവശ്യമില്ലെന്ന് ഞാനൊരു അങ്ങനെ ചിന്തിക്കാൻ കാര്യമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പ്രവൃത്തി വിപരീത. അതുകൊണ്ടാണ് ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ പബ്ലിഷ് ചെയ്യാനുള്ളതല്ല, പബ്ലിസിറ്റി കൊടുക്കാനുള്ളതല്ല. അവനവന് വായിച്ച് ഇൻട്രോസ്പെക്ഷൻ ചെയ്യാനുള്ളതാണ്, അവനവനെ അവലോകനം ചെയ്യാനുള്ളതാണ്. ഞാൻ ഈ കാറ്റഗറിയിൽ പെടുമോ? ഏതെങ്കിലും കർമ്മം ഞാൻ ഈ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ടോ? ഞാനൊന്ന് ആലോചിക്കട്ടെ ഇരുന്നിട്ട്. ഏതെങ്കിലും സമയത്ത് അറിഞ്ഞോ അറിയാതെ ഞാനിത് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? അല്ല, അതങ്ങനെ ചെയ്യുന്നത് ശരിയാണ്, അങ്ങനെ വേണം, ധനത്തിന് അങ്ങേയറ്റത്തെ ആർത്തി തന്നെ വേണം, അത് യാതൊരു സംശയമില്ല. അതിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞല്ലോ അതെ, ഓക്കെ. പിന്നെ ഈ പുസ്തകം വായിക്കണ്ട, മടക്കി വെച്ചോളൂ, നിങ്ങളുടെ വഴിക്ക് നിങ്ങൾ പൊക്കോളൂ. അതല്ല, ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം, എന്നാൽ വരിക, പറഞ്ഞുതരാം. പക്ഷേ അത് പറ്റണ്ടേ? പറ്റണ വഴിയൊക്കെ പറഞ്ഞുതരാം, അതൊക്കെ പറഞ്ഞുതരാം. ഇത് ചെയ്യുന്നത് ശരിയോ തെറ്റോ അതൊന്ന് പറഞ്ഞു തന്നാൽ മതി. അത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ആർത്തിയൊന്നും പാടില്ല. എന്നാൽ വന്നോളൂ, പുസ്തകം പിടിച്ചോളൂ, എല്ലാം പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുമോ നമ്മൾ? ഇത് കുഞ്ഞുകുട്ടൻ നായരെ കാണിച്ചു തന്നിട്ട് കണ്ട കുഞ്ഞുകുട്ടൻ നായരുടെ കാര്യം എന്താ ഭജഗോവിന്ദത്തിൽ. അയ്യോ, മൂഢജഹീഹി ധനാഗമ തൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് അങ്ങോരെന്താ കാണിച്ചു വിട്ടിരിക്കണേ? എത്ര ബിൽഡിങ്ങാണ് പണിയിരിക്കുന്നത്, എത്ര ഷോപ്പിംഗ് കോംപ്ലക്സാണ് അങ്ങോർക്ക് ആ മാർക്കറ്റിൻ്റെ അടുത്തുള്ളത്. എന്തിനാതൊക്കെ? അങ്ങോർക്കാണെങ്കിൽ കുട്ടികളില്ല, ജ്യേഷ്ഠൻ്റെ കുട്ടികളെയാണ് ദത്തെടുത്ത് വളർത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ആർത്തി ഉണ്ടോ മനുഷ്യന്? അത് ചോദിക്കാനുള്ളതല്ല. അത് കുഞ്ഞുകുട്ടേട്ടനെ കുറിച്ച് ചോദിക്കാനുള്ളതല്ല. ഇത് എന്നെക്കുറിച്ച് ചോദിക്കാനുള്ളതാണ്. ഞാനിത് വല്ല അബദ്ധവും കാണിച്ചിട്ടുണ്ടോ ഇതുവരെ? കാണിക്കാൻ മനസ്സിൽ വല്ല ഉദ്ദേശം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടോ? അതോ ഈ ജമ്മ അങ്ങനെയായിട്ട് കഴിയട്ടെ, അടുത്ത ജമ്മ നോക്കാമെന്നാണോ? എങ്ങനെയാലും കുഴപ്പമില്ല, അടുത്ത ജമ്മ നോക്കിയാൽ മതി. എന്നാൽ പിന്നെ നിങ്ങളുടെ സമയം കളയണ്ടല്ലോ, വെച്ചിരുന്നോളൂ. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് പോസ്റ്റിംഗ്. അല്ലാണ്ട് ഇത് മാറാൻ പോകുന്നില്ല. ഭർതൃഹരി ശ്ലോകത്തിൽ, ഭർതൃഹരി എന്ന് എൻ്റെ ഓർമ്മ, ശ്ലോകത്തിൽ ഗംഭീരമായിട്ട് സംസ്കൃത ശ്ലോകത്തിൽ പറയും. ഇതാണ് നസ്വോവഷ്ടിശതം ശതീദശശതം ലക്ഷം സഹസ്രാധിപോ ലക്ഷേശ ക്ഷിതിപാലനം ക്ഷിതിപതി ശക്രേശനം വഞ്ചതി. ശക്രേശ സുരരാജതം സുരപതിർ ബ്രഹ്മസ്പദം വഞ്ചതി. ബ്രഹ്മ ശൈവപദം ശിവോ ഹരിപദം ആശാവിധം കോ ഗദാ. Strange are the ways of this thirst of desire, thirst and desire for material wealth. Very strange. ആശാവിധം കോ ഗദ. എന്തൊരു പോക്കാപ്പാ! ഒരു ലക്കും ലഗാനും ഇല്ലാണ്ട് എന്തൊരു പോക്കാ! നസ്വോവഷ്ടിശതം. ഒന്നുമില്ലാത്ത ഒരുത്തന് ഒരു 100 റുപ്യ എങ്ങനെയും ഒന്ന് കിട്ടിയ ഉപകാരമായിരുന്നു കേട്ടോ. തൽക്കാലം പ്രശ്നമൊക്കെ തീരും. 100 റുപ്യ ഉണ്ടോ? 100 റുപ്യ കയ്യിൽ വന്നു നോക്കിയാൽ. ശതി ദശശതം, 1000 റുപ്യ ആക്കണം. അത് 1000 എന്നാവുക? എത്ര ദിവസം ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചാൽ അത് 1000 ആവും. അപ്പോൾ ഒന്നുമില്ലാത്തവന് 100, 100ഉള്ളവന് 1000. ദശശതം ലക്ഷം സഹസ്രാധിപോ. സഹസ്രാധിപനായി. ലാക്കിയർ. 1000 ഉള്ളത് ലക്ഷമാണ്.
ലക്ഷേഷിതിപാലനം, ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ വന്ന് നോക്കിയ പിന്നെ അവന് ഉറുപ്പിയുടെ മുകളിൽ അത്ര ഇങ്ങോട്ട് നോട്ടില്ല. അതിരിക്കട്ടെ. ഇനി ഇത് തൽക്കാലം റൂട്ട് മാറ്റുക. ആഗ്രഹം വിട്ടിട്ടില്ല, കൂടുതൽ സമ്പാദിക്കാനുള്ള റൂട്ട് മാറ്റുക. അതെന്താ വേണ്ടത്? ക്ഷിതിപാലനം. ജോലിക്കൊന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. MLA ആയിട്ടോ MP ആയിട്ടോ അറ്റ്ലീസ്റ്റ് കൗൺസിലറായിട്ടോ എന്തെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ലക്ഷേഷിതിപാലനം. ക്ഷിതിപതി അങ്ങനെ ആയാലോ, എലക്ട് ചെയ്ത് കഴിഞ്ഞാലോ, MP ആയിട്ടോ MLA ആയിട്ടോ കൗൺസിലറായിട്ടോ ഒക്കെ എലക്ട് ചെയ്ത് കഴിഞ്ഞാലോ, ശക്രേ ശതം വഞ്ചതി. ചക്രവർത്തി ആവണം, പിന്നെ പ്രൈം മിനിസ്റ്റർ ആവണം. ഇതൊന്നും പോരാ. ഇവിടുത്തെ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ, വാട്ട് ഈസ് ദിസ്? നോബഡി. അതാണെങ്കിൽ PM ആവണം. ശക്രേ ശതം വഞ്ചതി. ഓക്കെ, ചക്രവർത്തി ആയെന്ന് വിചാരിക്കുക. പണ്ടത്തെ ശ്ലോകമാണേ. ചക്രവർത്തി ആയെന്ന് വിചാരിക്കുക. ശക്രേശ, പിന്നത്തെ നോട്ടം കടാ സുരരാജതം. പിന്നെ യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ ചെയ്ത് ഇന്ദ്രലോകത്ത് പോയിട്ട് അവിടെ ഇന്ദ്രനായിട്ട് പട്ടാഭിഷേകം ചെയ്യണം. അതാണ് അവൻ്റെ ആശ. ശക്രേശ സുരരാജതം. സുരപതി, സുരപദം കിട്ടിയാലോ, ദേവേന്ദ്രനായാലോ. അപ്പോൾ അടുത്ത മഹാബലിയാണ് ദേവേന്ദ്രനാവാൻ പോണത്. അദ്ദേഹം ദേവേന്ദ്രനായി എന്ന് വിചാരിക്കുക. അപ്പോൾ ദേവേന്ദ്രനായി എന്ത് ചെയ്യാറ്? അല്ലെങ്കിൽ നമ്മൾ ദേവേന്ദ്രനായി എന്ന് വിചാരിക്കുക. ഒരു കാലഘട്ടത്തിൽ ആ ക്വാളിഫിക്കേഷനൊക്കെ വന്നിട്ട് അടുത്ത വെയിറ്റിങ്ങിലുള്ള അടുത്ത നെക്സ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് നമ്പർ 1 നമ്മളാണ് സുരപതി എന്ന് വിചാരിക്കുക, ദേവേന്ദ്രൻ്റെ പോസ്റ്റിലേക്ക്. ആ പോസ്റ്റ് കിട്ടിയാൽ മിണ്ടാണ്ടിരിക്കുമോ? ഇല്ല. ശക്രേശ സുരരാജതം സുരപതി ബ്രഹ്മാസ്പദം വഞ്ചതി. പിന്നെ ബ്രഹ്മാവാണ് ഇവിടുന്ന് അടുത്ത നെക്സ്റ്റ് പ്രൊമോഷൻ. ബ്രഹ്മ, ദ ക്രിയേറ്റർ, ദ പവർഫുൾ. ഹായ്, ത്രിമൂർത്തികളുടെ ഒരാളാണ് സ്റ്റാറ്റസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരാളാണ് ഞാൻ. ബ്രഹ്മാസ്പദം വഞ്ചതി. അത് കിട്ടിയാൽ കൊണ്ടാണ്ടിരിക്കുമോ? ബ്രഹ്മശൈവപദം. പിന്നെ ശിവനാവണം. ബ്രഹ്മാവായിട്ട് ആരും ശ്രദ്ധിക്കില്ല, ഒരമ്പലവും ഇല്ല പൂജിക്കാൻ. ത്രിമൂർത്തികളാവണമെങ്കിൽ ആരാവണം? ശിവനാവണം. ബ്രഹ്മൈവ ശൈവപദം. ശിവനായാലോ ശിവോ ഹരിപദം. വിഷ്ണു ആവണം. നല്ല ആൾക്കാർ വിഷ്ണു സഹസ്രനാമമൊക്കെ ചെല്ലുള്ളൂ. എന്നെ പോഴ്ത്തിട്ട് വിഷ്ണു ആവണം. അപ്പോൾ ഈ വിഷ്ണു ആവാൻ പുറപ്പെട്ട ആൾ ആരാ? നസ്വോ, കാലണ കയ്യിലില്ലാത്ത ഒരാൾ. കാലണ കയ്യിലില്ല, മലർപ്പൊടി കച്ചവടക്കാരൻ്റെ പോലെയാണ്. ആശാവിധം കോ ഗത. ആശയ്ക്ക് എവിടെ അവസാനം? എവിടെയുണ്ട് അവസാനം? ഇത് നമ്മളുടെ ചിന്താഗതിയെന്ന് മാത്രം വിചാരിക്കണ്ട കേട്ടോ. ഈ ധന ആഗമ തൃഷ്ണയുണ്ടല്ലോ, അത് നമ്മളുടെ മാത്രമല്ല. സനാതന ധർമ്മക്കാരുടെ അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ മതമല്ല അത്. വേദാന്ത മതം മാത്രമല്ല അത്. ഇത് ലോകം അംഗീകരിച്ച മതം. ഈവൻ വെസ്റ്റേണേഴ്സ്, പാശ്ചാത്യരും കൂടി ഇത് അംഗീകരിച്ചിരിക്കുകയാണ്. വേർഡ്സ്വർത്തിൻ്റെ "The world is too much with us. Earning and spending, we lay waste our powers. Little did we see in nature that is ours. We have given our hearts away." കളഞ്ഞു കുളിച്ചു കൂട്ടാ. ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു സാധനം കയ്യിലുണ്ടായിരുന്നു, ഒരു ഹാർട്ട്. അത് കളഞ്ഞു കുളിച്ചു നീ. എന്തിനു വേണ്ടിയിട്ട്? ഈ ലോകം മുഴുവൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വേൾഡ് ഈസ് ടു മച്ച് വിത്ത് us. ഇത് ബാഹ്യപ്രപഞ്ചം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് അട്രാക്റ്റഡ് us so much. It is a stigma now. The world is too much with us. Earning and spending. തന്നെ കച്ചവടം. Earning and spending, earning and spending. We lay waste our powers. ആ എല്ലാ എനർജി നമ്മൾ നശിപ്പിച്ച് കളയണം. തന്നെയല്ലേ വേദാന്തം പറയുന്നത്. ലിറ്റിൽ ഡിഡ് വി സീ ഇൻ നേച്ചർ ദാറ്റ് ഈസ് അവേഴ്സ്. ഈ കാണുന്ന പ്രപഞ്ചത്തിൽ നീ ഇത്രയൊക്കെ വെട്ടിപ്പിടിച്ച് തല്ലിപ്പിടിച്ചുണ്ടാക്കിയില്ലേ? ഏതെങ്കിലും ഒരു ചെറിയൊരു പുൽക്കൊടി പോലും നൻ്റെ എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? ലിറ്റിൽ ഡിഡ് വി സീ ഇൻ നേച്ചർ ദാറ്റ് ഈസ് അവേഴ്സ്.
അപ്പോൾ പാശ്ചാത്യരും പൗരസ്ത്യരും എല്ലാവരും കൂടി തല കുലുക്കി സമ്മതിച്ചൊരു കാര്യമാണ് എന്ത്? ഈ ആഗ്രഹം നല്ലതിനല്ല. മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണ കുരു സദ്ബുദ്ധി മനസ്സി വിതൃഷ്ണ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ചോദ്യം വരാം. ശരി, ശങ്കരൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ജഹീഹി കളയാൻ തയ്യാറാണ്. എന്ത്? ആഗമ തൃഷ്ണ. ധനവും കളയണില്ല, ആഗമവും കളയണില്ല. ആഗമല്ല കളയേണ്ടത്, തൃഷ്ണയാണ് കളയണം. ഓക്കെ, തൃഷ്ണയും കളഞ്ഞു, കുഴപ്പമില്ലല്ലോ, അതും കളഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കാം. പിന്നെ നാളെ തൊട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭജന പാടുക. എന്താ ഞാൻ ചെയ്യേണ്ട പറയൂ? കുരു സദ്ബുദ്ധി മനസ്സി വിതൃഷ്ണ. മനസ്സിൽ സദ്ബുദ്ധി നിറയ്ക്കുക. മനസ്സിന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുത്തില്ലെങ്കിൽ ദാറ്റ് ഇസ് എ ഡെവിൽസ് വർക്ക്ഷോപ്പ്. അപ്പം നീ ഈ ആഗ്രഹങ്ങളൊക്കെ കളഞ്ഞ് ഈ ദാഹങ്ങളൊക്കെ മാറ്റി അതിനെയൊക്കെ പുറത്ത് തള്ളി, ജഹീഹി അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് പുറത്ത് തള്ളിക്കളഞ്ഞ് ഉണ്ടാണ്ട് കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കരുത്. വിവേകാനന്ദ സ്വാമി കയ്യും കെട്ടി നിൽക്കണ പോലെ അങ്ങനെ കയ്യും കെട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ലയോ എന്ന് പറഞ്ഞിട്ട് നിൽക്കരുത്. മനസ്സ് വിൽ ബിക്കം എ ഡെവിൽസ് വർക്ക്ഷോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം ബിക്കോസ് ഇറ്റ് ഈസ് വോയിഡ്, ഐഡിൽ മൈൻഡ്. അപ്പോൾ അതിന് പണി കൊടുക്കണം. എന്ത് പണിയാണ് കൊടുക്കുക? കുരു സദ്ബുദ്ധി മനസ്സി വിതൃഷ്ണ. നല്ല ബുദ്ധി മനസ്സിൽ നിറയ്ക്കുക. വിതൃഷ്ണയായിട്ടുള്ള മനസ്സിൽ, തൃഷ്ണ ഓൾറെഡി പോയില്ലേ. അപ്പോൾ മൈൻഡ് ഡിവോയിഡ് ഓഫ് തേഴ്സ്റ്റ്. കുരു സദ്ബുദ്ധി. സദ്ബുദ്ധി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മനസ്സിന്. നല്ല വഴി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അതും ചെയ്യാം. അത് ചെയ്താൽ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. 24 മണിക്കൂറും നല്ല സദ്ബുദ്ധി പറഞ്ഞു കൊടുക്കുക. നീതിപാഠം പഠിപ്പിച്ചു കൊടുക്കുക, നീതിസാരം പഠിപ്പിച്ചു കൊടുക്കുക, വിഷ്ണുദാസനാമം ചൊല്ലി കൊടുക്കുക, കീർത്തനങ്ങൾ ചൊല്ലി കൊടുക്കുക. അതൊക്കെ മതിയോ മനസ്സിന്? എങ്ങനെ മാമുണ്ണും? കുട്ടികൾ ചെമ്പരുമ്പ് കയറില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. പണിയെടുത്തില്ലെങ്കിലേ കുട്ടികൾ ചെമ്പരുമ്പ് കയറും. അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ കുചേലപത്നിയുടെ കഥയാവില്ലേ? ദാരിദ്ര്യം വന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യും? എങ്ങനെ ഞാൻ അവരെ തിരിച്ചു പോറ്റുക? അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത 2 വരികളിൽ ശങ്കരൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത് നമുക്ക് നാളെ കാണാം. ഇന്നിപ്പോൾ സമയമായി. ആ 2 വരികൾ നമുക്ക് നാളെ എടുത്തിട്ട് മറ്റേ ശ്ലോകത്തിലേക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് കടക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭവാനി കൃഷ്ണ ഗുരുവായൂരപ്പ.